ഓം. അവിദ്യയെ ഉപാസിക്കുന്നവരന്ധതമസ്സിലും പോകുന്നു വിദ്യാരതരത്നതയേക്കാൾ കൂരിരുട്ടിലും. അവിദ്യ കൊണ്ടുള്ളതന്യം വിദ്യ കൊണ്ടുള്ളതന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്തു വിദ്യയാൽ അമൃതാർന്നിടും. അസംഭൂതിയെ ആരാധിപ്പവരന്ധതമസ്സിലും പോകുന്നു സംഭൂതിരതരതേക്കാൾ കൂരിരുട്ടിലും. സംഭൂതി കൊണ്ടുള്ളതന്യം അസംഭൂതിജമന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. വിനാശം കൊണ്ടു മൃതിയെ കടന്ന മൃതമാം പദം സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു രണ്ടുമറിഞ്ഞവർ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം തുറക്കുകതോ നീ ഭൂഷൻ സത്യതമ്മെന്നു കാണുവാൻ. പിറന്നാദിയിൽ നിന്നേകനായി വന്നിങ്ങു സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും. സൂര്യമാറ്റുക രശ്മിയെ അടയ്ക്കുകെങ്ങു കാൺമാനായി. നിൻ കല്യാണകളേബരം കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായി നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണ്? അതാണ് ഞാൻ, പ്രാണൻ പോമാന്തരാത്മാവിൽ പിൻപു നീറാകുമിയുടൽ. ഓം എന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക. അഗ്നിഗതിക്കായി വിടുക സന്മാർഗത്തിലൂടെ ഞങ്ങളെ. ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവ, നീ വഞ്ചനം ചെയ്യും മനസ്സു ഞങ്ങളിൽ നിന്നു മാറ്റുക. അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോ ഭാഗം മഹത്തരം. അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോ ഭാഗം മഹത്തരം. ഗുരു 18-19 നൂറ്റാണ്ടുകളിൽ വരെ നിലനിന്നിരുന്ന അന്ധവിശ്വാസ ജഡിതങ്ങളായ പ്രേതഭൂത പിശാചുക്കളെ സകല ദുർബല മനസ്സുകളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ ഗുരുദേവന് കഴിഞ്ഞു. ഒരു ഉദാഹരണം പറയാം. ഇവിടുന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും ആശ്രയമില്ല സ്വാമി, രക്ഷിക്കണം എന്ന് കരഞ്ഞു വിളിച്ച് ഒരു പെൺകുട്ടിയെയും ചുമന്നുകൊണ്ടുവന്ന ഒരു കുടുംബത്തിൻ്റെ കഥ നോക്കൂ. അഴിഞ്ഞുലഞ്ഞ മുഖം, പാതി മറഞ്ഞു കിടക്കുന്ന മുടിയിഴകൾ, അതിനിടയിലൂടെ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് ചുറ്റുപാടുകളെ നോക്കി വികൃതമായി ചിരിച്ചു തലയാട്ടുന്ന സുന്ദരിയായ തയ്യക്കുട്ടി. കൈകാലുകൾ ബന്ധിച്ച നിലയിൽ അവളെ കുറേ ബന്ധുക്കൾ ചേർന്ന് എടുത്തുകൊണ്ട് വരികയാണ്. ആശ്രമത്തിലെ ചാരുകസേരിയിൽ ഗുരുസ്വാമി ഇരിക്കുന്നു. എന്താ, എവിടുന്ന? യുവതിയുടെ പിതാവ് മുന്നോട്ട് വന്ന് ഉപചാരപൂർവം തൊഴുതുകൊണ്ട് പറഞ്ഞു, ചെറായിയിൽ നിന്നാണ് സ്വാമി. ഇവൾ കുറേ നാളായി ഇങ്ങനെ ആയിട്ട്. ഇനി മന്ത്രവും മരുന്നും ഒന്നും ബാക്കിയില്ല. സൂര്യകാലടി മനയിലെ മാന്ത്രികൻ പോലും കൈയൊഴിഞ്ഞു. ഇവളിൽ ഏതോ ഒരു ബാധ ആവാഹിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്നല്ലാതെ ഞങ്ങളുടെ മകൾക്കും ഞങ്ങൾക്കും മറ്റൊരാശ്രയമില്ല. രക്ഷിക്കണം സ്വാമി. അവളെ സ്വാമി കരുണാദ്രമായി ഒന്ന് നോക്കി. തിളച്ചു തൂവുന്ന മിഴികൾക്ക് ആ നോട്ടം താങ്ങാനായില്ല. അവൾ കൺപോളകൾ താഴ്ത്തി നിന്നു. എന്തിനാണ് ഈ പാവത്തിനെ കെട്ടിയിട്ടിരിക്കുന്നത്? അഴിച്ചുവിടണം, സ്വാമി മൊഴിഞ്ഞു. അയ്യോ സ്വാമി, ഇവൾ ഉപദ്രവിക്കും, ഉടുതുണി അഴിച്ചു കളയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല, അഴിച്ചുവിടൂ. അവൾ ബന്ധനത്തിൽ നിന്നും മോചിക്കപ്പെട്ടു. സ്വാമി അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ദൃഷ്ടിക്കപ്പുറത്തേക്ക് കാഴ്ചയെ വലിച്ചുകൊണ്ട് ആ മാസ്മരിക തരംഗം സഞ്ചരിക്കുന്നത് പോലെയായിരുന്നു അത്. അവൾ ശാന്തമായി ഗുരുസ്വാമിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. ഗുരുസ്വാമി അവളോട് വാത്സല്യത്തോട് ചോദിച്ചു, ഭയമുണ്ടോ? ഉണ്ട് സ്വാമി. എന്തിനു ഭയപ്പെടണം?
ഇവിടെ നീയല്ലാതെ മറ്റൊന്നില്ല. പ്രേതവും പിശാചുമൊക്കെ നിന്നിൽ തന്നെയാണ്. നീ എന്തിനു ഭയപ്പെട്ടുവോ? അതാണ് നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. നീ നിന്നിലെ അന്ധവിശ്വാസങ്ങളെ അകറ്റി ദൈവത്തെ മാത്രം സ്വീകരിക്കുക. ആരും നിന്നെ ഭയപ്പെടുത്തില്ല. ഇനി നീ ഭീതിപ്പെടുത്തുന്ന അപശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മെ ഓർക്കുക. പിന്തിരിഞ്ഞു നോക്കരുത്, ഭയപ്പെടുകയും അരുത്. എല്ലാം കണ്ട് അത്ഭുത ആദരവോട് നിൽക്കുന്ന മാതാപിതാക്കളോടും ബന്ധുക്കളോടും സ്വാമി മൊഴിഞ്ഞു, കൊണ്ടുപോയിക്കോളൂ. ഇവൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. അവളുടെ കൂടെ വന്നവർ സ്വാമിയെ സാഷ്ടാംഗം നമിച്ച് സന്തോഷത്തോട് മടങ്ങി. അവൾ പരമ്പൊരുളായ ഗുരുസ്വാമിയെ ഭജിച്ച് ശിഷ്ടജീവിതം വിവാഹം കഴിച്ച് കുട്ടികളും ഭർത്താവുമൊക്കെയായി സുഖമായി ജീവിച്ചു. കാളി, മറുത, മാടൻ, പ്രേത, പിശാചുക്കൾ എന്നിവയുടെ ആരാധന നിർത്തി സവർണ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് മനസ്സിലെ അന്ധവിശ്വാസങ്ങളെ അകറ്റാൻ ഗുരുദേവൻ നിർദ്ദേശിച്ചതുകൊണ്ടാണ് അക്കാലത്തുണ്ടായിരുന്ന ഇത്തരം പ്രതിഷ്ഠകൾ ഗുരുദേവൻ മാറ്റിയതും ശിവനെയും വിഷ്ണുവിനെയും സുബ്രഹ്മണ്യനെയും ഗണപതിയെയും ഒക്കെ പ്രതിഷ്ഠിച്ചു കൊടുത്തതും മനസ്സിലെ പേടി അകറ്റിയത്.